സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ടു പ്രാർത്ഥിക്കാം. ഇതാ നിത്യസ്നേഹം നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങൾ. കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവൻ്റെ കാരുണ്യത്തിലാണല്ലോ ഓരോ നിമിഷവും നമ്മൾ സഞ്ചരിക്കുന്നത്. അവനോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ഈശോയോട് ചേർന്നിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ദുരിതങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിനോട് ചേർന്നിരിക്കാനുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി, ധൈര്യത്തിനും കരുത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. ഒരു ഉപദേശമായിട്ട് അതിനെ കാണാം. ദൈവത്തിൽ നിന്നും അകലാതെ, വിട്ടകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇത് പറയാണ്, അപ്പോൾ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഇപ്പോൾ ദുരിതങ്ങളും വേദനകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ, സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയാകാം നീ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തെ വിടാതെ ദൈവത്തോട് ചേർന്നിരിക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിൻ്റെ ശാന്തത വെടിയരുത്. ഈശോയോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്ത് ദൈവസ്നേഹത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിനോടാണ് ഈ വചനം പറയുന്നത്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. പാപത്തിൽ കഴിയുന്ന, തിന്മയ്ക്ക് അടിപ്പെട്ട് കഴിയുന്ന ഒരാളോടല്ല പറയുന്നത്. കാരണം തിന്മയ്ക്ക്, പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുവദിക്കാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. അപ്പം അതല്ല, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള സന്ദേശമാണ്: മോനെ, വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് വിട്ടകലാതെ നീ ചേർന്നിരിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന ദുരിതങ്ങളല്ലാതൊന്നും നിന്റെ ജീവിതത്തിൽ വരില്ല എന്നർത്ഥം. എന്തെങ്കിലും ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ നീ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്നിരുന്നിട്ട് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് തമ്പുരാൻ്റെ കാരുണ്യത്തിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും തടസ്സങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ചില ദുരിതങ്ങളുടെ നടുവിലാണോ നിന്റെ ജീവിതം? കർത്താവ് പറഞ്ഞു തന്നെ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. കാരണം ദൈവമകൻ, ദൈവമകളായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നീ അനുഭവിക്കുന്ന ഈ ദുരിതം ദൈവം അനുവദിച്ചതാണ്. ഈ സഹനം ദൈവം അനുവദിച്ചതാണ്. ഈ വേദന ദൈവം അനുവദിച്ചതാണ് നിന്റെ ഉപരി നന്മയ്ക്കായിട്ട്. അതുകൊണ്ട് വചനം പറയാം, നീ അത് സ്വീകരിക്കുക. എന്നിട്ട് പറയാണ്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിന്റെ ശാന്തത വെടിയരുത്. അത്ര കണ്ട് ഞെരുക്കപ്പെടുന്ന ചില ദൗർഭാഗ്യ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും, നിശ്ചയമായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ വചനം കൂട്ടിച്ചേർക്കുക, നിന്റെ ശാന്തത വെടിയരുത്. നിന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ വൈകാരികതയ്ക്ക് നീ അടിമപ്പെടരുത്. ശാന്തത വെടിയരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകും, വല്ലാതെ ഭാരപ്പെടാൻ തുടങ്ങും, വല്ലാതെ കണ്ട് ജീവിതം പരിഭ്രാന്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷെ വചനം പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളെ, അനുഭവങ്ങളിൽ നീ ശാന്തത കൈവെടിയരുത്. നിന്റെ ഹൃദയത്തിൻ്റെ ശാന്തത സൂക്ഷിക്കുക. മനസ്സിൻ്റെ വൈകാരികതയൊക്കെ ശാന്തത സൂക്ഷിക്കുക. കാരണം എന്താ? ഇത് ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതല്ലേ? ദൈവം അനുവദിച്ചതാണെങ്കിൽ
എല്ലാ തിന്മകളും എല്ലാ ദുരിതങ്ങളും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നിടത്താണ്, ഈ വിശ്വാസമാണ് നിന്നെ ശാന്തനാക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്, അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവേ, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളുടെ നടുവിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. വല്ലാതെ കണ്ട് ഞെരുങ്ങുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ചില സായാഹ്നങ്ങളിൽ എത്തി നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. എന്തായി തീരും? അടുത്ത പ്രഭാതം കാണാൻ പറ്റുമോ ഇല്ലയോ? വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യും? മുന്നോട്ട് പോകാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വല്ലാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവരോട് കർത്താവിൻ്റെ ദൂതാണ്, സന്ദേശമാണ്. മോനെ, ഈ ഞെരുക്കങ്ങളുടെ നടുവിൽ നീ ശാന്തത വെടിയരുത്. എന്തെന്നാൽ കാരണം പറയാണ്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഇതാണ് നമുക്ക് ആനന്ദം തരുന്നത്. സ്വർണം അഗ്നിയിലാണ് ശുദ്ധി ചെയ്യുന്നത്. സ്വർണത്തിൻ്റെ കറ കളഞ്ഞെടുക്കുന്നത് അഗ്നിയിൽ ശുദ്ധി ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് പറയാണ്, കർത്താവിന് സ്വീകാര്യനായ മനുഷ്യനെ അവിടെ നിന്ന് ശുദ്ധി ചെയ്യുന്നത് സഹനത്തിൻ്റെ ചൂളയിലാണെന്ന്. അപ്പോൾ ഈ സഹനത്തിൻ്റെ ചൂളയിലൂടെ, ഈ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ മോനെ, സ്വർഗം നിന്നെ സ്വർഗത്തിനായി ശുദ്ധി ചെയ്യുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്റെ ശാന്തത വെടിയരുത്. അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നു, ഹൃദയത്തിൽ എഴുതിയിടുക. എന്നിട്ട് പറയാണ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. പറയാണ്, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, കർത്താവിൻ്റെ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുക. ഇങ്ങനെയുള്ള ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ പരിഹാര മാർഗം അന്വേഷിച്ച് പോകരുത്. പറയാണ്, ശാന്തമായിട്ട് കർത്താവിൻ്റെ വഴികളിലൂടെ തന്നെ അവനിൽ പ്രത്യാശ അർപ്പിച്ച്, അവനിൽ ആശ്രയം വെച്ച്, അവൻ്റെ സ്നേഹത്തിൽ നിന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തമ്പുരാനെ, ഈ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത എത്രയോ മക്കളുണ്ട്. പ്രതീക്ഷ അറ്റുപോയ മക്കൾ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ, ജീവിക്കാനൊന്നുമില്ലാത്തവർ, ജീവിക്കാൻ പോലും സാധ്യതകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന മക്കൾ, മാരകരോഗത്തിൻ്റെയും മാറാരോഗത്തിൻ്റെയും നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ, മക്കളെ ഓർത്ത്, അവരുടെ ദാമ്പത്യത്തെ ഓർത്ത് കർത്താവെ വല്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുള്ളവർ, ദാമ്പത്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുള്ളവർ, കർത്താവെ സന്തോഷിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, ക്ഷമിക്കാൻ പറ്റണില്ല, അങ്ങനെയൊക്കെ തിന്മയുടെ ചില സ്വാധീനങ്ങളുടെ വലയങ്ങളിലായിരിക്കുന്നവർ, ദുശീലങ്ങളുടെ അടിമപ്പെട്ട് തിന്മയ്ക്ക് അടിമപ്പെട്ട് പോയ മക്കൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ വല്ലാതെ ഞെരുങ്ങുന്നുണ്ട്, വല്ലാതെ വേദനിക്കുന്നുണ്ട്. പുറമെയൊക്കെ ചിരിക്കുകയോ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ട് വല്ലാതെ വിങ്ങുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, കരുണയുടെ കടാക്ഷം ഈ മക്കളുടെ മേൽ നീട്ടണമേ, നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. ഈശോയെ, 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 നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചേ. നിങ്ങളുടെ അവസ്ഥകൾ എന്തെന്ന് അറിയുന്നവൻ ദൈവമാണല്ലോ. നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് തുറക്കാം, ജീവിതം തുറന്നു വയ്ക്കാം. ദൈവമേ, ഇതാണ് എൻ്റെ അവസ്ഥ, കരുണ കാണിക്കാൻ പറ. ഈശോ, ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, കരുണ കാണിക്കാൻ പറ. ദൈവമേ, ഇതാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കരുണ കാണിക്കാൻ പറ. ആ ദാഹത്തോടെ സ്നേഹത്തോടെ ഈശോയെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 കരങ്ങൾ കൂപ്പി ആരാധനയ്ക്ക് യോഗ്യനേ എന്നേശുവേ ആരാധിച്ചിടുന്നിതാ ഏറ്റുപാടിക്കേ ആരാധനയ്ക്ക് യോഗ്യനേ എന്നേശുവേ ആരാധിച്ചിടുന്നിതാ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്ക് യുഗിനെ എന്നേശുവേ ആരാധിച്ചിടുന്നിതാ പാപത്തിൻ നിറയപ്പെട്ട എന്നെ നിന്നെ പാണിയൽ പിടിച്ചെടുത്തു പാവന നീണം തന്ന് പാപത്തിൻ കറ പോറ്റി പാപത്തിൻ നീണം തന്ന് പാപത്തിൻ കറ പോക്കി രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 കരങ്ങൾ കൂപ്പി നമ്മുടെ വേദനകളും സങ്കടങ്ങളോടൊപ്പം ലോകം മുഴുവൻ്റെ നൊമ്പരങ്ങളെ ചേർത്ത് വയ്ക്കാം. എത്രയോ പേര് നമ്മുടെ പ്രാർത്ഥന യാചിച്ചിട്ടുണ്ട്. എത്രയോ മക്കൾ നമ്മുടെ ചുറ്റുപാടും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത മക്കളുണ്ടല്ലോ. ദൈവമേ, സകലരെയും ചേർത്ത് വയ്ക്കുന്നു. ഈ നിമിഷം ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ലോകമെമ്പാടും ഇരുന്ന് തമ്പുരാനെ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരുണ്ട്. പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. മുട്ടുമേലായിരിക്കാം. ലോകം മുഴുവനെയും നമ്മളെയും തമ്പുരാൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആരെയൊക്കെ തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കൂടി ചേർത്ത് വെച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ ആരാധന, ഈശോയെ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,